അതുകൊണ്ട് ഇത് നന്മയിലേക്കുള്ള ഒരു വഴിയാകുന്നു. ആ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. സമസ്ത ഹിദ്മത്തെടുത്ത് എന്താ കിട്ടുമെന്ന് ചോദിച്ചാൽ ഈമാനോട് മരിക്കുക. അതന്നെയാണ് ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. ചോദ്യം SKS പ്രവർത്തിച്ചാൽ എന്ത് കിട്ടും? ഈമാനോട് മരിക്കുക. എന്താ അങ്ങനെ പറയാൻ കാരണം? സമസ്തക്ക് ഹിദ്മത്തെടുത്ത എല്ലാവരും അങ്ങനെ മരിച്ചതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതം വിജയമായിരുന്നു എന്നതിന്റെ അടയാളം മൗത്ത് നന്നായിരുന്നു എന്നതാണ്. ഇത് വലിയ പരീക്ഷയാണ്. ജീവിതം നമുക്ക് വലിയൊരു പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. തീർച്ചയായും മനുഷ്യനെ നാം പടച്ചിരിക്കുന്നത് അവൻ നാം പരീക്ഷിക്കാൻ വേണ്ടിയാകുന്നു. ഇതൊരു പരീക്ഷ, സൃഷ്ടിച്ചത് തന്നെ പരീക്ഷ. പരീക്ഷ ഇല്ല എന്ന് പറഞ്ഞാലാണ് അബ്നോർമൽ ആവുക. അതായത് ഈ ഫാന് കറണ്ട് കുത്തി ഇങ്ങനെ തിരിക്കാനുള്ള സാധനമാണ്. തിരിയണ ഫാന് നോർമൽ, തിരിയാത്ത ഫാന് അബ്നോർമൽ. എന്താ ഈ ഫാൻ തിരിയണത് എന്നാവോന്ന് നമ്മൾ ആരും പറയില്ല. എന്തേ നമ്മൾ തിരിയാനുള്ള സാധനം. എന്താ ഈ ഫാന് തിരിയാത്തത് എന്നാവോന്ന് നമ്മൾ പറയും. എന്താ കാരണം? അത് തിരിയാനുള്ള സാധനം കൊണ്ട് മനുഷ്യനെ പരീക്ഷിക്കാനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പരീക്ഷ ഇല്ലെങ്കിലാണ് പ്രശ്നം. ഒരു പരീക്ഷണമില്ല, ആള് ഭയങ്കര സംഭവമാണെങ്കിൽ എന്തോ ഇടങ്ങേറ് വരാണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ല എപ്പോ നോക്കിയാലും ഒന്നെങ്കിൽ കുട്ടി ആശുപത്രിയിലാണ്, കുട്ടിനെ കൊണ്ടുവരുമ്പോ ഭാര്യ ആശുപത്രിയിലാണ്, അപ്പൊ അതിനമ്മമാർക്ക് പനി തുടങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, മനുഷ്യൻ അതിനുള്ളതാണ്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി. മനുഷ്യനെ അല്ലാഹു തആല പടച്ചിരിക്കുന്നത് തന്നെ പരീക്ഷണത്തിന് വേണ്ടിയാണ്. ഫജഅൽനാഹു സമീഅൻ ബസീറാ. അതിനുവേണ്ടി 2 ചോദ്യ പേപ്പറുകളും അല്ലാഹു തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന് കേൾവി എന്ന ചോദ്യ പേപ്പറും മറ്റൊന്ന് കാഴ്ച എന്ന ചോദ്യ പേപ്പറുമാകുന്നു. 2 പരീക്ഷണ വസ്തുക്കളാണ് നമ്മൾ എടുത്തുള്ളത്. ഒന്ന് കേൾവിയാണ്, ഒന്ന് കാഴ്ചയാണ്. മനുഷ്യൻ കേടുവരാനും നന്നാവാനും കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വസ്തുക്കൾ ഒന്ന് കേൾവിയാകുന്നു, ഒന്ന് കാഴ്ചയാകുന്നു. കേട്ട് നന്നാവാനുള്ള സാധ്യത വളരെ കൂടുതൽ. കണ്ടിട്ടും നന്നായില്ലെങ്കിൽ അവൻ മൃഗത്തെക്കാൾ അധപതിച്ചു തന്നെ സംഗതി. അപ്പൊ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ പരീക്ഷന്റെ കാക്കൊല്ല പരീക്ഷയിൽ ജയിച്ചാലും തോറ്റാലും പ്രശ്നമില്ല, അരക്കൊല്ല പരീക്ഷയിൽ ജയിച്ചാലും തോറ്റാലും പ്രശ്നമില്ല. കൊല്ല പരീക്ഷയിൽ ജയിച്ചേ മതിയാവും, സപ്ലിമെന്ററി ഇല്ല, ആദ്യത്തെ പ്രാവശ്യം ജയിക്കണം. അതാണ് മൗത്ത്. കാക്കൊല്ല പരീക്ഷയ്ക്ക് സപ്ലിമെന്ററി ഇല്ല വേണമെങ്കിൽ. അരക്കൊല്ല പരീക്ഷയിൽ തോറ്റു, കുറച്ച് കഴിഞ്ഞ് പഠിച്ചോനെ എൻ്റെ ഇത് പറ്റിയതാണ് റബ്ബേ ജിന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ എന്തെന്നലെ പറയാഞ്ഞിരുന്ന അള്ളാഹുവിന് ചോദിക്കൂല. ആടെ കുട്ടിയെ ജിന്നോട് പറഞ്ഞല്ലോ അനക്കാൻ പൊറുക്കുന്നേ വരോ. നേരെ മറിച്ച് കൊല്ല പരീക്ഷ ഭയങ്കര പ്രശ്നമാണ്. ഇതിന്റെ കൊല്ല പരീക്ഷ, ഇതിന്റെ വാർഷിക പരീക്ഷ, ജയിക്കണ പരീക്ഷ മൗത്താണ്. വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. അവസാന വിജയം മുത്തഖീങ്ങൾക്കുള്ളതാകുന്നു. ജീവിതമാകുന്ന പരീക്ഷയുടെ കൊല്ല പരീക്ഷയിൽ ജയിക്കണം. അതിന് സമസ്തക്കാരനായാൽ മതി. എന്താ എങ്ങനെ പറയാൻ കാരണം? സമസ്തക്ക് ഹിദ്മത്തെടുത്തവരൊക്കെ അങ്ങനെയാണ്. അതാണ് കാരണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സർട്ടിഫിക്കറ്റ് മരണമാണ്. മരണം, നല്ല മരണം, ചീത്ത മരണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാൻ ഈ പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ കാര്യങ്ങള്? ഇയാൾ എങ്ങനെയാണ് മരിച്ചത് എന്ന് വിശദീകരിക്കാൻ കഴിയുന്ന രൂപത്തിലാകുന്നതാണ് നല്ല മരണം. ചില ആൾക്കാർ മരിച്ചാൽ അങ്ങനെയൊക്കെ, വേറെ ചില ആൾക്കാർ മരിച്ചാൽ എന്തായിരുന്നു പോലും ദണ്ണം ഇപ്പൊ പറയണ്ട എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? മനുഷ്യനോട് പറയാൻ പറ്റാത്ത കോലത്തിലാണെന്നാണ് അതിന്റെ അർത്ഥം. നല്ല മരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ കഴിയും. എങ്ങനെ പറയാൻ കഴിയും? മഹാനായ ശംസുൽ ഉലമായി റഹിമഹുല്ലാഹ് രോഗബാധിതനായി കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടത് ഈ കാര്യം, എന്നാലും ഒന്നുകൂടി കേൾക്കുക. ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുന്നു.
കുറെ ആളുകൾ കൂട്ടത്തിലുണ്ട്. പള്ളിയിൽ നിന്ന് സുബഹി വാക്കിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. ഓരോ അൽഫാദുകൾക്കും ജവാബ് പറഞ്ഞ് അവസാനം പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന ആള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അതിന് ജവാബായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടൊപ്പം കയ്യിലുണ്ടായിരുന്ന തസ്ബീഹ് മാല താഴേക്ക് വീഴുകയും സംശുലുലമ എന്നേക്കുമായി ലോകത്തോട് വിട പറയുകയും ചെയ്യുന്നു. എന്തൊരു ചുരുക്കുണ്ട് പറയാന്. ഇതന്നെ നല്ല മരണം. ഇതാണ് നല്ല മരണം പറഞ്ഞാൽ അത് സമസ്തത്തെ ഹിദ്മത്തെടുത്ത് എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അതന്നെ നേട്ടം. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് സമസ്തന്റെ പ്രസിഡന്റായിരുന്നു. ജീവിതകാലം മുഴുവനും ചാപ്പനങ്ങാടി വാപ്പൂലിയുടെ ദിക്ർ ഹൽക്ക കൊണ്ട് നടന്നു. 1000 ലാ ഇലാഹ ഇല്ലല്ലയും യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്റും യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റും സ്വലാത്തുമാകുന്നു ചാപ്പനങ്ങാടിയുടെ ദിക്ർ ഹൽക്ക. പിന്നെ കുറച്ച് ഫാത്തിഹയുണ്ട്. മരിക്കാൻ സമയമായപ്പോ മക്കളെ പേരക്കുട്ടികളെ അടുത്ത് വിളിച്ചിരുത്തുന്നു. എന്നിട്ട് ചാപ്പനങ്ങാടിയുടെ ദിക്ർ ചൊല്ലി 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം യാദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ചൊല്ലി കഴിഞ്ഞതിന് ശേഷം ദുആക്കാൻ വേണ്ടി യാസീൻ ഓതുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മൗത്താവുന്നു. എന്തൊരു രസമുണ്ട് പറയാന്. സമസ്തത്തെ ഹിദ്മത്തെടുത്തിട്ടുള്ള ഗുണമാണ്. ഞാൻ ആരെയും നോക്കിക്കോളി. നിങ്ങള് ജമിയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനം കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നു. KT മാൻ മുസ്ലിയാർ വേദിയിലേക്ക് കടന്നു വരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കടപ്പുറത്ത് നിറഞ്ഞു നിൽക്കുന്നു. കയറി വന്ന് എല്ലാവരെയും കണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് യാത്രയായി ആംബുലൻസിൽ കയറിയിട്ട് വായയിലുണ്ടായിരുന്ന വെപ്പ് പല്ലെടുത്ത് മരുമകന്റെ കയ്യിൽ കൊടുത്തിട്ട് 3 തവണ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൗത്തായിട്ട് സമസ്തന്റെ ബുക്ക് ഡിപ്പോയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് മയ്യത്ത് കടപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ തവണ ജനാസ സംസ്കാരത്തിന് ലക്ഷക്കണക്കിന് ആൾക്കാർ. എന്തൊരു രസമുണ്ട് പറഞ്ഞേക്കാൻ. ആഗ്രഹിക്കണ്ടേ നമ്മൾ അങ്ങനത്തെ ഒരു മൗത്ത്? ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിന്റെ തെളിവ് മൗത്താണ്. അത് സമസ്തത്തെ ഹിദ്മത്തെടുത്ത എല്ലാ ആൾക്കാരും പരിശോധിച്ചാലും കിട്ടും. സമസ്തത്തെ ഹിദ്മത്തെടുത്ത മുഴുവൻ ആൾക്കാരിലും അത് കിട്ടും. ഞാൻ ഇന്ന ദിവസം മരണപ്പെടുമെന്ന് വഫാത്താകുമെന്ന് നേരത്തെ പറഞ്ഞവർ സമസ്തയിലുണ്ട്. നേരത്തെ പറഞ്ഞവരുണ്ട് ഞാൻ ഇന്ന ദിവസമാണ് മരിക്കുക. നല്ലതല്ലാത്ത ഒരു വഫാത്ത് സമസ്തത്തെ ഹിദ്മത്തെടുത്തതിൽ കാണാൻ കഴിയൂല. അതുകൊണ്ട് സമസ്തത്തെ ഹിദ്മത്തെടുത്താൽ എന്താ നേട്ടം? ഈ പരീക്ഷയിൽ ജയിക്കാൻ തന്നെ. ജീവിതം എന്ന ഈ പരീക്ഷയിൽ ജയിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ജയം. അതുവാണല്ലോ. അതുകൊണ്ട് അതിനാണ് നമ്മളും തയ്യാറാവേണ്ടത്, നമ്മുടെ മക്കളെയും തയ്യാറാക്കേണ്ടത്. സ്വാലിഹീങ്ങളെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയണം. സാലിഹീങ്ങളെ കുറിച്ച് പറയുന്നത് എപ്പോഴും കേൾക്കണം. അത് നമ്മുടെ ജീവിതത്തിന് വലിയ മാർഗദർശനമാവുകയും വേണം. ജീവിതം നമ്മൾ അതിനനുസരിച്ച് ക്രമീകരിക്കണം. നമ്മളെല്ലാ കാര്യങ്ങളും നോക്കുന്നതോടൊപ്പം ഉമ്മത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് മാസാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ഒറിജിനൽ പേര് മുഹ്യിദ്ദീൻ എന്നല്ല, അബ്ദുൽ ഖാദർ എന്നാണ്. വാപ്പട്ട പേര് അബ്ദുൽ ഖാദർ ജീലാനി എന്നാണ്. ജീലാൻ എന്നത് മൂപ്പര നാടാണ്. കൈലാൻ എന്നും ആ നാടിന് പറയും. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ കൈലാനി എന്നോവർ ഷെയ്ഖന്മാർക്കെല്ലാവർക്കും നേതാവായി വന്നോവർ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ കൈലാനി. കൈലാൻ എന്ന് പറഞ്ഞതും ജീലാൻ എന്ന് പറഞ്ഞത് ഒരു നാടാണ്. വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു. ഉമ്മയാണ് നോക്കിയത്. എന്തേ കുരുത്തം കെട്ടാനായതിന്റെ കാരണം വാപ്പ മരിച്ചതാണ്, എത്തിയ കുട്ടിയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. മുഹ്യിദ്ദീൻ ഷെയ്ഖ് അങ്ങനെയാണ്. റളിയല്ലാഹു അൻഹു. എന്തേ ആള് കുരുത്തം കെട്ടത്? വാപ്പ ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റൂല. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു. ഉമ്മയാണ് നോക്കിയത്. ഉമ്മ നോക്കി വളർത്തി. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇൽമിന്റെ വഴിയിൽ സഞ്ചരിച്ചു. ഒരുപാട് ആലിമീങ്ങളെ നേരിൽ കണ്ട് ഇൽമ നേടി. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുനടന്നു.
ആത്മീയ ലോകത്ത് വലിയ ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചതോടൊപ്പം 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. രാഷ്ട്രീയക്കാരനാണ് അർത്ഥം. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു രാഷ്ട്രീയക്കാരനായിരുന്നു എന്നർത്ഥം. നമ്മൾ പറയുന്നത് രാഷ്ട്രീയത്തിൽ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറയണ്ടത് രാഷ്ട്രീയത്തിൽ കുറച്ച് അങ്ങനെ ഇങ്ങനെയും അങ്ങനെയൊക്കെ ഉണ്ടാവും. കച്ചവടമാകുമ്പോൾ കുറച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? നമ്മൾ കച്ചവടക്കാരനല്ല, മാലിക് ഇമാം കച്ചവടക്കാരനാണ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ഥല കച്ചവടക്കാരനായിരുന്നു, ബ്രോക്കറാണ്. റളിയല്ലാഹു അൻഹു സ്ഥല കച്ചവടക്കാരനാണ്. എന്നാ പിന്നെ ഓലൊക്കെ കച്ചവടത്തിന് കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിൽ ഓലൊക്കെ പറയണ്ടായില്ലേ എങ്ങനെയൊക്കെയാണ് കച്ചവടമാകുമ്പോൾ രസം നോണൊക്കെ പറയണ്ടിരുന്നു ഓല പറയണ്ടായില്ലേ? പറഞ്ഞിട്ടില്ലല്ലോ. തന്നെ നമ്മള് ദുനിയാവിന് പകരമായി ദീനിനെ കച്ചവടാക്കാം. ദുനിയാവിന് പകരം ദീനിനെ കച്ചവടാക്കാം. നാളൊക്കെ വാട്സപ്പിൽ ഒരു തമാശ വന്നിരുന്നു. തൊപ്പിട്ട ആളെ ആവശ്യമുണ്ട് ജോലിക്ക്. എന്തിനാന്ന് വിളിച്ചു നോക്കുമ്പോ ഹോട്ടലിലെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാനാണ് തൊപ്പിട്ട ആളെ. തൊപ്പി കച്ചവടാക്കല്ല, എന്താ പരിപാടി? ഓന് പഴയ ഇറച്ചൊക്കെ എടുത്ത് വിൽക്കാനുള്ള ഒരു മാർഗമാണ് എന്ത്? ക്യാഷ് കൗണ്ടറിൽ തൊപ്പിട്ട ആളെ ഇരുത്തുക. തന്നെ സംഗതി ദീനിനെ വിൽക്കുകയാണ് സംഗതി. നമുക്ക് തോന്നുന്നു നല്ല ഉഷാറായതാണ്. കന്നിനെ വാങ്ങാൻ വേണ്ടി ചെന്നു, ഉദയ്യത്ത് അറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ പോത്തുമുട്ടിക്ക് ഇങ്ങനെ വില പറഞ്ഞതിൻ്റെ ഇടയിൽ പള്ളിക്കൊന്ന് വാങ്ങി കൊടുത്തു. അതിൽ കച്ചവടക്കാരൻ പറഞ്ഞു എന്ത്? അള്ളാ വാങ്ങി കൊടുത്തു, നമുക്ക് ഇനി നിക്കരിച്ചു വന്നിട്ട് കച്ചവടം പറയാന്ന്. നിക്കരിച്ചാൽ പോകുമ്പോൾ വാങ്ങാൻ വന്നവരെന്ത് വിചാരിച്ചു? ഇനിയിപ്പോൾ 5 രൂപ കൊടുത്താലും വേണ്ടില്ല, ഇയാളുടെ തന്നെ വാങ്ങിയാൽ മതി. കാരണം വാങ്ങി കൊടുത്താൽ പിന്നെ ഒരു സെക്കൻഡ് നിൽക്കാത്ത ആളല്ലേ. ഒരാൾ പോയാൽ പിന്നെ അസർക്കാന്ന് കാട്ടൂല. എന്താ വെച്ചാൽ ആ നിൽക്കാരം വെച്ചാണ്ട് ഇപ്പം കായുണ്ടാക്കുക. ഇതാണ് പരിപാടി. അങ്ങനെ ചെയ്യണ്ടെന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദീനിന് പകരമായി ദുനിയാവിനെ വിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികളാണ്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കണം. എന്തിനാ സുബീക്ക് പള്ളിക്ക് പോയതെന്ന് ചോദിച്ചാൽ, സുബീക്ക് പള്ളിക്ക് കണ്ടാലേ കാൽച്ചായും പുട്ടും കഷ്ണം നിന്നാൽ ആളുകൾ വീടിക്ക് വരുള്ളൂ. അപ്പം അതിനാണ് പോയതാണ്. തന്നെ ദുനിയാവിന് പകരമായി ദീന് വിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല പരിപാടി തന്നെ സംഗതി. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ഏർപ്പാടുകൾ എന്ന് പറയുന്നത്. നല്ലോണം ഒന്ന് ആലോചിക്കണം. നമ്മൾ സമ്പൂർണമായ ദീനിലേക്ക് മടങ്ങണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. കുറച്ച് ദീനും കുറച്ച് വേറുള്ളത് അങ്ങനെ ആവരുത്. നമ്മളെ കച്ചവടം ദീനായിരിക്കണം, നമ്മളെ രാഷ്ട്രീയവും ദീനായിരിക്കണം, നമ്മളെ പൊതുപ്രവർത്തനവും ദീനായിരിക്കണം. നമ്മൾ പോലീസുകാരനാണെങ്കിൽ അതും ദീനായിരിക്കണം, നമ്മൾ പഞ്ചായത്ത് ഓഫീസറാണെങ്കിൽ അതും ദീനായിരിക്കണം, നമ്മൾ വില്ലേജ് ഓഫീസറാണെങ്കിൽ അതും ദീൻ തന്നെ ആയിരിക്കണം, നമ്മൾ മൂല്യരാണെങ്കിൽ അതും ദീനായിരിക്കണം, നമ്മൾ കാതേരാണെങ്കിൽ അതും ദീനായിരിക്കണം, നമ്മൾ ഡോക്ടറാണെങ്കിൽ അതും നമ്മളെ ദീനായിരിക്കണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. അതിനാണ് SSF, അതിനാണ് സമസ്ത ഉണ്ടാക്കാനാണ്, ദീനി ബോധമുള്ള ആൾക്കാരുണ്ടാക്കാനാണ്. ദീന എന്നതൊരു ബോധമാണ്. ശരിക്കും ഉണ്ടാക്കിയുണ്ടാകുന്ന സംഗതിയാണ്. അതൊരു ബോധം, ഒരു വിചാരമാണ്. ദീനിയായ ബോധം ഉണ്ടാവണം, ദീനിയായ വിചാരം ഉണ്ടാവണം. ഇസ്ലാം ദീനിന് വേണ്ടി ജീവിക്കണം, ഇസ്ലാം ദീനിന് വേണ്ടി മരിക്കണം. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരവും എൻ്റെ മറ്റുള്ള ആരാധനകളും, വമഹ്യായ എൻ്റെ ജീവിതവും, വമമാതി എൻ്റെ മരണവും. ഞാൻ എന്തിനാ ജീവിക്കണത്? ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ എന്തിനാ മരിക്കുന്നത്? ലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ ആവുമ്പോൾ ഓന് ജീവിച്ചാലും മരിച്ചാലും കുഴപ്പമുണ്ടാവില്ല. നമുക്ക് മരിക്കുക എന്ന് പറയുമ്പോൾ വലിയ ബേജാറ് വരും. എന്താ കാരണം? നമ്മൾ ജീവിക്കുന്നത് ലില്ലാഹിക്ക് വേണ്ടിയാണെങ്കിൽ മരിക്കണമെങ്കിൽ ലില്ലാഹിക്കോ കുഴപ്പമുണ്ടാവില്ല.